കേരളത്തിൽ ആദ്യമായിട്ട് മത്സ്യകന്യകയായിട്ട് റഷ്യൻ സുന്ദരികളാണ്. കരിമ്പ് തൊട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. വളയെറിഞ്ഞ് ഫ്രൂട്ടി കിട്ടിയവരാണ്. എങ്ങനെ ഉണ്ടായിരുന്നത്? ഞങ്ങള് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ടിക്കറ്റിന് 100 രൂപയുള്ളൂ. 100 രൂപ നമുക്ക് ശരിക്കും വർത്താണ്. നമസ്കാരം. 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 നമ്മളിപ്പോ തിരുവല്ലയിലാണ് നിൽക്കുന്നത്. ഒരു വലിയ അത്ഭുത ലോകം നിങ്ങളെ കാണിച്ചു തരാം. ദേ അങ്ങോട്ട് കയറുവാണ്. നമസ്കാരം ചേട്ടാ. നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് മത്സ്യകന്യകയായിട്ട് റഷ്യൻ സുന്ദരികളാണ്. അതൊക്കെ ഉണ്ട് ഇവിടെ. അതിനും അപ്പുറം മത്സ്യങ്ങളെ കണ്ടാൽ നമ്മൾ ഞെട്ടും. ഇതാണ് കാണിക്കാന്ന് പറഞ്ഞ ഇതല്ല, ഇത് ജീവനില്ലാത്ത സംഭവമാണ്. ജീവനുള്ള അടിപൊളിയാണ് കാണാൻ പോകുന്നത്. നമുക്ക് കാണാം. അതെന്തായാലും കാണാം. പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് പറയാം. ഈ ചൂടറിയാലോ, ഈ ചൂടൊരു പ്രശ്നമല്ല. ഫുൾ എ സി ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയാണ്. ഫുൾ അക്വേറിയാണ്. തിരക്ക് നല്ലതുണ്ട്, പക്ഷെ അവർക്ക് വളരെ പതുക്കെ കണ്ടുപോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. കാരണം ചൂടില്ലാത്തതുകൊണ്ട് ഈ ഫാമിലിക്കെല്ലാം കുട്ടികൾക്ക് ഇപ്പൊ അടിപൊളിയായിട്ട് കണ്ടു. സ്പേസും ഉണ്ട്, എല്ലാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 2 സൈഡിൽ കൂടെ തന്നെ കണ്ടുപോകാൻ പറ്റും. ഇവിടുന്ന് നടന്ന തീരത്തിന് അത്രയും ദൂരം അക്വേറിയാണ്. അക്വേറിയം കഴിഞ്ഞ ഒരു അടിപൊളി സംഭവമുണ്ട്, അത് വേണം. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കാഴ്ചകൾ. ഇത് കണ്ടോ, ഫുള്ള് മത്സ്യങ്ങളാണ്. മാത്രമല്ല ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, റീൽസ് ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ്. ഇനി ചെറിയ മീനുകളൊക്കെ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി വലിയ മീനുകളെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മത്സ്യകന്യയെ കാണാൻ പറ്റും. നമുക്കിനി കാണാം, എല്ലാം കാണാം. ഇവിടെയൊക്കെ തലയുടെ മേളിൽ കൂടെയല്ലേ മീൻ പറഞ്ഞാൽ ആസ്വദിച്ച് വരാൻ പറ്റും. നമുക്ക് സെൽഫി ഒക്കെ ഇങ്ങനെ എടുക്കാം, വീഡിയോ എടുക്കാം. നോക്ക്, ശരിക്കും തൊട്ടറിഞ്ഞ് പോകാൻ പറ്റും. ആ രീതിയിൽ തന്നെ എല്ലാ വിഷയം ഇതിനകത്ത് കാണിച്ചാൽ ശരിയാകത്തില്ല. എല്ലാവരും വന്ന് കാണണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തടുത്ത് കാണാം. വലിയ മീനെ കൊണ്ടുപോകാം. വലിയ മീൻ. ഇതെന്താണ് സംഭവം? നമുക്കൊരു സെൽഫി പോയിന്റ് ഉണ്ട്. ശരിക്കും സെൽഫി പോയിന്റ് ഇപ്പൊ ഏറ്റവും പ്രാധാന്യമുണ്ട്. അതിന് സൂപ്പർ ആയിട്ട് ഇവിടെ അവര് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് മത്സ്യകന്യകയാണ്, നമുക്ക് കാണാം. പക്ഷെ ചെറിയ ഷോട്ട് മാത്രം, നേരിട്ട് നിങ്ങൾ വന്ന് കാണുക. അതെ അതെ, ഇതാണ്. സ്കൂബ ഡൈവ് ഉണ്ട്. ശരിക്കും ഇവിടെ വരുന്ന കുട്ടികൾക്ക് മെയിൻ ആയിട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെക്കേഷൻ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ 2 റഷ്യൻ സുന്ദരികളാണ് നമ്മുടെ മത്സ്യകന്യകയായിട്ട് മാത്രമുള്ളത്. കൂടാതെ ഇത് പിന്നെ 100 സ്റ്റാളാണ്. എ സി നോൺ എ സി ആയിട്ടാണ്. ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഫുഡ് കോർട്ട് ഉണ്ട്, ഫർണിച്ചർ. ഇനി കാണാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള പല പല സംഭവങ്ങൾ നമ്മൾ കാണാം. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്റ്റാളുകളാണ് ഏറ്റവും കൂടുതലും. കാരണം വില കുറവായിട്ടും ഓഫറായിട്ടും കിട്ടുന്ന കുറെ ഐറ്റങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. കുട്ടികളുടെ വിനോദങ്ങളുണ്ട്, അടുക്കള ഐറ്റംസ് കുറെ ഉണ്ട് ഇവിടെ എല്ലാം. ഹൽവയുടെ വെറൈറ്റി, കരിക്കിന്റെ ഹൽവ തൊട്ട് ഒരുമാതിരി എത്ര വെറൈറ്റി ഉണ്ടെന്ന് എണ്ണാൻ പറ്റത്തില്ല. അതേപോലെ ഹൽവ ഉണ്ട്. ഈ ഒരു ഏരിയ നല്ല മണമല്ലേ? അത്തർ മാത്രമാണ്. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് നമ്മൾ തുടങ്ങിയ തൊട്ട് ഈ സ്മെല്ലടിക്കാൻ അപ്പൊ വെറൈറ്റി അത്തരം കളക്ട് ചെയ്യാം. ഇവിടെ മറ്റേ വീട്ടിലേക്ക് വെക്കാൻ പറ്റിയ ഫ്ലവറിന്റെ കുറെ വെറൈറ്റികളുണ്ട്. ലെതർ ബാഗുകൾ എല്ലാം ഉണ്ട്. കോലാപ്പൂര് ചെരുപ്പുകളുണ്ട്. അത് പല ഡിസൈനാണുള്ളത്. അടിപൊളിയല്ലേ, വെറൈറ്റി ആയിട്ടുള്ള വിത്തുകൾ കുറെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ആയാലും അങ്ങനെയുള്ള വിത്തുകൾ, ചെടികൾ, എല്ലാ വെറൈറ്റി വിത്തുകളും ഇതെല്ലാം ഉണ്ടാകുന്ന മാത്രമല്ല ഇതെല്ലാം കിളിച്ചു തുടങ്ങിയ വിത്തുകളൊക്കെ നമുക്ക് കാണാം. എല്ലാത്തിന്റെ വെറൈറ്റി വിത്തുകൾ മഞ്ഞളൊക്കെ ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. മഞ്ഞൾ മാത്രമല്ല പല പല ഫ്ലവറിന്റെ കുറെ വിത്തുകളുണ്ട്. വീഡിയോ എല്ലാം കാണിച്ചാൽ തീരത്തില്ല, മണിക്കൂറുകൾ എടുക്കും. ഇത് ഐസ്ക്രീമിന്റെ കുറെ വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് അടുത്തൊരു ഫുഡ് കോർട്ടിലോട്ട് പോകാം. ഫുഡ് കോർട്ടിന്റെ തുടക്കം കരിമ്പ് തൊട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. അകത്തോട്ട് ഫുൾ ഒരു ഏരിയ തന്നെ. തുടക്കം തന്നെ സൂപ്പറാണ്. ബജ്ജി എല്ലാ ഐറ്റം ഉണ്ട്. പായസത്തിന്റെ വെറൈറ്റി, മുളയരി പായസം, അടപ്രഥമൻ, പാലട പായസം, അങ്ങനെയുള്ള പായസങ്ങളും കഴിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോവാം. ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടേ അതിന്ന് പറഞ്ഞാൽ അടിപൊളി ചേട്ടാ കൊടുത്തു. വളയെറിഞ്ഞ് ഫ്രൂട്ടി കിട്ടിയവരാണ്. എങ്ങനെ ഉണ്ടായിരുന്നത്? നല്ലൊരു അനുഭവമായിരുന്നു. വൈകുന്നേരം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റി കുറെ സമയം. നല്ല ഫുഡ് സ്പോട്ട് ഉള്ളത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റും. അക്വേറിയം എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഇല്ലയോ? മത്സ്യകന്യൊക്കെ വെടിക്കട്ടല്ലയോ? നല്ലതാ, എല്ലാം സൂപ്പർ അല്ലയോ? ഞങ്ങൾ പറയുന്നതല്ല, ഇവിടെ കണ്ടവരോട് ചോദിക്കാം എങ്ങനെയുണ്ട്. വളരെ നല്ല അഭിപ്രായം. ഞങ്ങള് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ടിക്കറ്റിന് 100 രൂപയുള്ളൂ. 100 രൂപ നമുക്ക് ശരിക്കും വർത്താണ്. ശരിക്കും കേരളത്തിൽ തന്നെ ഇത്ര റേറ്റ് കുറവായിട്ടുള്ള പരിപാടി ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി, സൂപ്പർ.
ഒരു നഷ്ടമില്ല. ഒരു നഷ്ടമില്ല. എത്ര മണിക്കൂർ നിങ്ങൾ എടുത്ത്? ഞങ്ങളൊരു 1.5 മണിക്കൂർ കൂടുതലായി. എല്ലാം അടിപൊളി, സൂപ്പർ. മത്സ്യകന്യൊക്കെ അടിപൊളി, സൂപ്പർ സൂപ്പർ. സൗന്ദര്യം അക്വേറിയം അടിപൊളി. ഒരുപാട് വെറൈറ്റി. നമ്മൾ ശരിക്കും കടലിനകത്ത് കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ്. ഒരുപാട് വെറൈറ്റി ഫിഷ് ഒക്കെ ഉണ്ട്. നേർക്കാഴ്ചയാണ്, ആൾക്കാർ കണ്ട അഭിപ്രായമാണ്. അടിപൊളിയാണ്, സൂപ്പർ. ഞങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യും. വരണം, വന്ന് അടിച്ചു പൊളിക്കണം. നമ്മൾ ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ കാണേണ്ടതാണ് ഇവിടെ. നമസ്കാരം, പേര്? എന്റെ പേര് ബിജോ. ബിജോ, ഇപ്പൊ ഇവിടെ വരുന്നത് ഇപ്പൊ രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? ചേട്ടാ, ഇതിപ്പം തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെയാണ് ഇത് തുറന്നിരിക്കുന്നത്. രാത്രി 10 മണി വരെ ഫുൾ. ഈ ഇത്രയും സമയം സെൻട്രലൈസ്ഡ് AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ ഓഫർ ഉണ്ട്? ഇവിടെ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 50 പേരുടെ ഒരു ഗ്രൂപ്പ് വരിക. അതിപ്പം സ്കൂളാകട്ടെ, കോളേജ് ആകട്ടെ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ, മതപരമായിട്ടുള്ള ഇപ്പൊ പള്ളികളിൽ നിന്നും സൺഡേ സ്കൂളിൽ നിന്നും ഇങ്ങനെ ക്ലബ്ബുകളിൽ നിന്നും 50 പേരായിട്ട് ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അവർക്ക് പകുതി ഫീസ്. എന്ന് പറഞ്ഞാൽ 50 പേര് കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ പകുതി റേറ്റേ ഉള്ളൂ. ഇപ്പൊ തന്നെ 100 രൂപയാണ്. അപ്പൊ 50 രൂപയാവുന്നുള്ളൂ. 100 രൂപയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ പരിപാടി കേരളത്തിൽ ഒരിടത്തും ചെയ്യാൻ പറ്റത്തില്ല. ഈ റഷ്യൻ മത്സ്യകന്യ എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് തിരുവല്ലയില. ഇതെന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഡയറക്റ്റ് വന്ന് തിരുവല്ലയില് ചെയ്യുവാണ്. ഈ ചെറിയ പ്രൈസിൽ ഈ വെക്കേഷനിൽ നിങ്ങളൊന്നും കാണാതെ വലിയ നഷ്ടമാണ്. സന്തോഷടാ. മാത്രമല്ല കാർ പാർക്കിംഗ് അല്ലേ? ഈ പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ കുഴപ്പം. ഇവിടെ പാർക്കിങ്ങിന് യാതൊരു കുഴപ്പമില്ല. അതും ഫ്രീ ആണ്. ഒരു പൈസ കൊടുക്കണ്ട. 200 കാർ ഇടാവുന്ന പാർക്കിംഗ് സ്ഥലം.